ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വർഷങ്ങളെക്കുറിച്ചുള്ള പ്രത്യേകത. ആവർത്തന പുസ്തകം 11:12 നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. വാഗ്ദത്തത്തിന്റെ വർഷം എന്നത് വർഷത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ നാം പരിശോധിച്ച് അതിനെ നമ്മുടെ ജീവിതത്തിൽ അഭ്യാസപ്പെടുത്തി അതിനെ മറ്റുള്ളവർക്കും വെളിപ്പെടുത്തണം. 90-ാം സങ്കീർത്തനം 4-ാം വചനത്തിൽ ഒരു ദിവസം അവർക്ക് 1000 വർഷം എന്നും 1000 വർഷം ഒരു ദിവസം എന്നും മോശെ എഴുതുന്നു. നിന്റെ നോട്ടത്തിൽ 1000 വർഷം ഇന്നലെ കഴിഞ്ഞ നാൾ പോലെയും രാത്രി പോലെയും ഇരിക്കുന്നു എന്ന് പറയുന്നു. ഈ വർഷങ്ങൾ എന്നത് മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷമാണ് അത് കണക്കിടുന്നത്. ആദാം മുതൽ ഏറെക്കുറെ 2500 വർഷങ്ങൾ മനസാക്ഷികാലം എന്ന് പിരിക്കുന്നു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന പൂർവ്വപിതാക്കന്മാരുടെ സന്തതികൾ അബ്രഹാമിന്റെ 4ാമത്തെ തലമുറയിൽ മിസ്രൈമിലേക്ക് പോകുന്നു എന്നത് എത്ര വേദനയുള്ളതാണ്. അവർ മോശെ മൂല്യമായി അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത് വാഗ്ദത്തം ചെയ്ത ദേശത്തെ പ്രാപിക്കണം എന്ന തീരുമാനത്തോടെ ന്യായപ്രമാണകാലം തുടങ്ങുന്നു. മോശെ തുടങ്ങി യോഹന്നാൻ സ്നാപകന്റെ അവസാനം വരെ ഏറെക്കുറെ 1500 വർഷങ്ങൾ ന്യായപ്രമാണ കാലങ്ങൾ എന്ന് വേർതിരിച്ചിരിക്കുന്നു. ആദാം മുതൽ അബ്രഹാമിന്റെ 4ാം തലമുറ വരെ ഏറെക്കുറെ 2500 വർഷങ്ങൾ. മോശെ മുതൽ യോഹന്നാൻ സ്നാപകന്റെ അവസാനം വരെ ഏറെക്കുറെ 1500 വർഷങ്ങൾ. 2500-ഉം 1500-ഉം ചേർന്ന് 4000 വർഷങ്ങൾ എന്ന് കണക്കിടുന്നു. ഇത് കിമു എന്ന വാക്കിൽ കുറിപ്പിടുന്നു. കിപി 2000 ആണ്ടുകൾ എന്നത് കൃപയിൻ കാലം എന്ന് പറഞ്ഞു വരുന്നു. കിമു 4000 എന്നും 2000 ചേർന്ന് 6000 വർഷങ്ങൾ എന്ന് കണക്കിടുന്നു. ഒരു ദിവസം അവർക്ക് 1000 വർഷം എന്നും 1000 വർഷം ഒരു ദിവസം എന്നാണ് മോശെ പറയുന്നത്. 6 ദിവസം കൊണ്ട് എല്ലാം നിറവേറി കഴിഞ്ഞു എന്നത് 6000 വർഷത്തെയും 7ാം ദിവസത്തിൽ നിവൃത്തനായി എന്നത് 1000 ആണ്ട് വാഴ്ചയെയും കാണിക്കുന്നു. ഈ 1000 ആണ്ട് വാഴ്ച എന്നത് നിവർത്തനായിരിക്കുന്നതിനെ കാണിക്കുന്നു. ഈ കൃപയിൻ കാലം 2000 വർഷം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന ചോദ്യത്തിന് നാം ഇംഗ്ലീഷ് നാളുകൾ നോക്കുന്നു. യഹൂദന്മാരുടെ നാളുകൾ ഇതിനേക്കാൾ കുറവാണ്. യഹൂദന്മാരുടെ കണക്കിലാണ് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ വരവിനും 1000 ആണ്ട് വാഴ്ചയ്ക്കും നടുവിൽ 7 വർഷം ഉപദ്രവകാലത്തെയും നാം കണക്കിൽ കൊണ്ടുവരണം. അതുകൊണ്ട് മനസാക്ഷികാലം 2500 വർഷം എന്നും ന്യായപ്രമാണകാലം 1500 വർഷം എന്നും കൃപയിൻ കാലം 2000 വർഷം എന്നും നമുക്കറിയാം. ഈ 3 കാലങ്ങളിലും ഉള്ള ബോധനകൾ നമ്മുടെ ജീവിതത്തിൽ നിറവിനെയും പൂർണ്ണത്തെയും കൊണ്ടുവരും. മനസാക്ഷികാലത്തിൽ ജീവിച്ച പരിശുദ്ധവാന്മാരായ ഹാബേൽ, ഹാനോക്ക്, നോഹ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസേഫ് എന്ന 7 പേരെയും പൗൽ വരിവരിയായി മുഖ്യപ്പെടുത്തുന്നു. ഇതിനെ എബ്രയർ 11-ാം അധ്യായം 4 മുതൽ 22 വരെയുള്ള വചനത്തിൽ നമുക്ക് കാണാം. ഇവർ തങ്ങളുടെ മനസാക്ഷിയിൽ ദൈവത്തോട് ചേർന്നും ദൈവം അവരുടെ മനസാക്ഷിയോടും പ്രവർത്തിക്കും. ഇത്ര മഹാസാക്ഷ്യത്തെ വെളിപ്പെടുത്തുന്നു. അതിനുശേഷം ന്യായപ്രമാണത്തിന്റെ കാലഘട്ടങ്ങളിൽ മോശെ, യോശുവ, ശാമുവേൽ, ദാവീദ്, ഏലിയ, എലീശ, ദാനിയേൽ, യോഹന്നാൻ സ്നാപകൻ തുടങ്ങിയ മഹാനായ വിശുദ്ധന്മാരും സാക്ഷ്യം വഹിക്കുന്നു. ഇവയേക്കാൾ വളരെ ഉയർന്നൊരു ജീവിതം നമുക്ക് വെളിപ്പെടുത്തുവാൻ കഴിയേണ്ടതിന് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകിയിരിക്കുന്നു. എബ്രയർ 12:1 ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് എന്ന് പൗലോസ് പറയുന്നു. എബ്രയർ 11:13 ഇവർ എല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു എന്നെഴുതിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ച നാമേ ആ വാഗ്ദത്തത്തെ പ്രാപിക്കാം. ഈ കൃപയുടെ സമയം നമുക്ക് കിട്ടിയത് ഒരു ഭാഗ്യം. ക്രിസ്തുവിന് മുമ്പുള്ള വിശുദ്ധന്മാർക്ക് ആ ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ക്രിസ്തുവിന് ശേഷമുള്ള വിശുദ്ധന്മാർക്കാണ് ആ ഭാഗ്യം ലഭിക്കുന്നത്. വൈദ്യനായ ലൂക്കോസ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളിൽ ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തികളിൽ ആദിമ സഭയുടെ മേന്മകളെ നമുക്ക് കാണാൻ കഴിയും. യേശുവിന്റെ 12 ശിഷ്യന്മാരും അപ്പോസ്തലന്മാർ യോഹന്നാൻ ഒഴികെ എല്ലാവരും രക്തസാക്ഷികളായി മരിച്ചു. യേശുവിന്റെ 12 ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും യോഹന്നാൻ ഒഴികെ എല്ലാവരും രക്തസാക്ഷികളായി മരിച്ചു. പ്രിയ ശിഷ്യനായ യോഹന്നാൻ അനേകം കഷ്ടതകളിൽ അവന് വെളിപ്പെടുത്തപ്പെട്ട വെളിപ്പാടുകളെ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. റോമർ തുടങ്ങി പൗലോസ് അപ്പോസ്തലന്മാർക്ക് നിരവധി ലേഖനങ്ങൾ എഴുതി വച്ചിരിക്കുന്നു.
അപ്പോസ്തലന്മാരായ യാക്കോബ്, പത്രോസ്, യോഹന്നാൻ, യൂദ എന്നിവർ സഭയ്ക്ക് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പൗലോസ് എഴുതിയ ലേഖനങ്ങൾ ആഴമായതും ഉയർന്ന തത്വചിന്തകളിലൂടെ നമുക്ക് പൂർണ്ണതയെ പ്രാപിക്കാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പത്രോസ് എഴുതുന്നത്, അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു എന്ന് 2 പത്രോസ് 3:15-16 എഴുതുന്നു. റോമർ 2:16 പൗലോസ് പറഞ്ഞു, എന്റെ സുവിശേഷം എന്ന് സൂചിപ്പിക്കുന്നു. 2 തെസ്സലോനിക്കർ 2:14 പൗലോസ് ഇതിനെ നമ്മുടെ സുവിശേഷം എന്ന് സൂചിപ്പിക്കുന്നു. അവർക്ക് നേരിട്ട് വെളിപ്പെടുത്തിയ സത്യങ്ങളെ അവർ സഭയ്ക്ക് ഉപദേശങ്ങളായി പ്രഖ്യാപിക്കുന്നു. അവനത് അവകാശപ്പെട്ട് റോമർ 2:16 ഇത് എന്റെ സുവിശേഷമാണെന്ന് എഴുതുകയും ചെയ്യുന്നു. 2 തെസ്സലോനിക്കർ 2:14 അത് നമ്മുടെ സുവിശേഷം എന്ന് എഴുതുന്നു. കൊലോസ്യർ 1:22-23 വാക്യങ്ങളിൽ ഈ സുവിശേഷം ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളോടും പ്രസംഗിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യനാണ്. ഇവിടെ സകല സൃഷ്ടികൾ എന്നത് അനിത്യമായ സൃഷ്ടികളെയാണ് കാട്ടുന്നത്. നമുക്കറിയാവുന്നതുപോലെ സകല സൃഷ്ടികളും ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് റോമർ 8:22 പൗലോസ് എഴുതുന്നു. റോമർ 8:19 പൗലോസ് എഴുതുന്നത് സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പെടലിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ്. ഈ സൃഷ്ടികൾ 1000 വർഷങ്ങൾക്കായി കാത്തിരിക്കുന്നു. യെശയ്യാവ് 11:6-8 വരെയുള്ള വചനങ്ങളിൽ പറയുന്നത്, ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടുപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, ഒരു ചെറിയ കുട്ടി അവയെ നടത്തും, പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതിങ്കൽ കളിക്കും, മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. യെശയ്യാവ് 11:6-8 വരെയുള്ള വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ നാം 1000 ആണ്ട് വാഴ്ചയിൽ കാണാൻ പോകുന്നു. കൃപായുഗത്തിനും 1000 ആണ്ട് വാഴ്ചയിൽ ഭരണത്തിനും ഇടയിലുള്ള 7 വർഷത്തെ ഉപദ്രവകാലങ്ങൾ മൃഗം എന്നറിയപ്പെടുന്ന എതിർ ക്രിസ്തുവിന്റെ ക്രൂരമായ ഭരണത്തെ അടയാളപ്പെടുത്തും. ക്രിസ്തു അതിനെ അട്ടിമറിച്ച് 1000 ആണ്ട് ഭരണത്തെ സ്ഥാപിക്കും. വെളിപ്പാട് 11:15 അനുസരിച്ച് 7-ാം ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി എന്ന് എഴുതിയിരിക്കുന്നു. 1000 ആണ്ട് വാഴ്ചയിൽ ഭരണത്തിനു ശേഷം നിത്യത സ്ഥാപിക്കപ്പെടുകയും മുടിവില്ലാത്ത വർഷങ്ങൾ എന്ന നിലയിൽ നമുക്ക് ജീവിക്കാനും സാധിക്കും. എബ്രയർ 1:10, 11, 12 വചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു, കർത്താവെ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്നും പറയുന്നു. അതുകൊണ്ട് മനസാക്ഷിയുടെ കാലത്തെക്കുറിച്ചും ന്യായപ്രമാണത്തിന്റെ കാലത്തെക്കുറിച്ചും കൃപയുടെ കാലത്തെക്കുറിച്ചും ഉപദ്രവകാലത്തെക്കുറിച്ചും 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചും ബൈബിളിൽ നാം പഠിച്ചുവല്ലോ. ബൈബിളിൽ രാജവാഴ്ചയുടെ കാലഘട്ടത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു. മുടിവേയില്ലാത്ത അവസാനമില്ലാത്ത വർഷം എന്ന നിത്യതയിൽ നാം പ്രവേശിച്ച് എന്നെന്നും ദൈവത്തോട് ജീവിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.